സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതൊരു പ്രവർത്തനങ്ങളിലും സംഘാടകനെ പോലെ മനോഹരമായ സംഘാടന മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മോട് കൂടെ ചേർന്നിട്ടുള്ളത്. കോഴിക്കോട് ജില്ലക്കാരനായ KSUവിൻ്റെ ഒരു പ്രവർത്തകനും ഒരു നേതാവുമായുള്ള ഫിലിപ്പ് ജോൺ. എന്താണ് വിശേഷങ്ങളൊക്കെ? എങ്ങനെയാണ് സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഇടയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്, ഒരു സംഘാടകനെ പോലെ. എന്താണ് പറയാനുള്ളത്? ഞാൻ ഇന്ന് രാവിലെ കൊടുവള്ളിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ് സമ്മേളന നഗരിയിലേക്ക്. കൊടുവള്ളി മുതൽ കുനിയ വരെ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും കാണുന്നത് സമസ്തയുടെ സമ്മേളന വൈബാണ് എന്നാണ് പറയാനുള്ളത്. എല്ലായിടത്തും കവാടങ്ങൾ, എല്ലായിടത്തും പോസ്റ്ററുകൾ, റെയിൽവേ സ്റ്റേഷനിൽ സമസ്തയുടെ മക്കൾ, ആയിരക്കണക്കിന് മക്കൾ, വഴിത്താരകളിൽ സമസ്തയുടെ മക്കൾ, എങ്ങും ഇന്ന് കേരളത്തിൽ സമസ്തയുടെ ഈ സമ്മേളനമാണ് ചർച്ചാ വിഷയം. ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ചരിത്രത്തെ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു നിമിഷമാണ്. 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുടെ കൂടെ ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ തന്നെ രണ്ടായി രേഖപ്പെടുത്തുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിന് മുൻപും ശേഷവും എന്ന രീതിയിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട്. കാരണം ഒരു 33,313 അതിനേക്കാൾ അംഗങ്ങളുള്ള ഒരു ക്യാമ്പ്. എങ്ങനെയാണ് ഒരു ക്യാമ്പിനെ വിലയിരുത്തുന്നത്? ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തല സാർ ഈ ക്യാമ്പിന് വന്നപ്പോൾ പറഞ്ഞത് ഇത് മഹാ അത്ഭുതമാണ് എന്നാണ്. ഇന്ന് ഈ ക്യാമ്പിന് വന്ന് ഇതിൻ്റെ വിലയിരുത്തലുകൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സമസ്തയുടെ നേതാക്കളുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് മഹാത്ഭുതമല്ല, ഇത് ലോകാത്ഭുതമായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് പറയാനുള്ളത്. ശരിക്കും പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു സംഘാടകനാണ്. ആ ഒരു സംഘാടകന് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള, നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങൾ എങ്ങനെയാണ്? വളരെ ഹൃദ്യമായ സമീപനമാണ്. ഞാൻ സമസ്തയുടെ വേദികളിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാനെന്ന്. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇതര മതസ്ഥനായ എന്നെപ്പോലും സമസ്ത ചേർത്ത് പിടിക്കുന്ന രീതി, അങ്ങനെ ചേർത്ത് പിടിക്കുന്നതിലൂടെ സമസ്ത കഴിഞ്ഞ 100 കൊല്ലവും തെളിയിച്ചിരിക്കുന്നത് ഇത് സർവമായി ചേർത്ത് പിടിക്കുന്ന സർവാശ്ലേഷകമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് സമസ്ത തെളിയിച്ചിരിക്കുകയാണ്. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യത്വത്തിൻ്റെ കണ്ണികൾ കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് 100 കൊല്ലം പിന്നിടുക എന്ന് പറയുന്നത് അത് സമസ്തയ്ക്ക് മാത്രം സാധ്യമാകുന്ന ഒരു അപൂർവ നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ മാധുര്യം നുണയാൻ, ആ നേട്ടത്തിൻ്റെ ആ ചേർത്ത് നിൽപ്പിൻ്റെ സൗരഭ്യം ആസ്വദിക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതിൽ വാക്കുകൾക്ക് അതീതമായ സന്തോഷമുണ്ട്. എക്സ്പോ സൈറ്റിൽ പോയിട്ടില്ല. പിന്നെ പറയാനുള്ളത് സമസ്തയുടെ പ്രമേയങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ ചർച്ച പ്രമേയങ്ങളാണ്. സമസ്ത എല്ലാ കാലത്തും നമുക്കറിയാം വർഗീയതയ്ക്കെതിരെ മാത്രം ഒരു സമ്മേളനം വിളിച്ച പാരമ്പര്യമുള്ള സംഘടനയാണ് സമസ്ത. ഇപ്പോഴും സമസ്തയുടെ ഒരു പ്രമേയം വർഗീയതയ്ക്കെതിരെയാണ്. ജിഫ്രി തങ്ങൾ പറയുകയുണ്ടായി വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കണമെന്ന്. രാജ്യം വർഗീയതയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലുള്ള വലിയ രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ മതത്തിൻ്റെ പേരിൽ ആളുകളെ വേർതിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ സമസ്ത എടുക്കുന്ന മതനിരപേക്ഷതയോട് ചേർന്നുള്ള നിലപാട്, വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കണമെന്നുള്ള നിലപാട്, വർഗീയതയ്ക്കെതിരെ മതരാഷ്ട്രവാദത്തിനെതിരെ ഉയർത്തുന്നതായിരിക്കുന്ന പ്രമേയങ്ങൾ അത് കാലിക പ്രസക്തമാണ്. അത് ഈ സമ്മേളനത്തിൻ്റെ പ്രൗഢി, ഈ സമ്മേളനത്തിൻ്റെ കാലിക പ്രസക്തി വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ജനറേഷൻ വൈബ് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രതിനിധി ക്യാമ്പിലാണെങ്കിലും ഒരു യങ് ജനറേഷൻ്റെ ഒരു ഒഴുക്ക് എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ജൻസികൾ പൊതുവെ ഇതുപോലുള്ള പരിപാടികളോട് വിട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും യുവാക്കളെ വെച്ച് പരിപാടികൾ നടത്താൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഞാനിന്ന് ഈ ക്യാമ്പിൽ പോയപ്പോൾ ഒക്കെ 20, 22, 25 പ്രായത്തിലുള്ള ജൻസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമസ്തയുടെ ആദർശം ഏറ്റെടുത്തുകൊണ്ട് ആദർശ പടയണിയായി ഈ പ്രസ്ഥാനത്തിനൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്നത് കാലഘട്ടം മാറിയാലും ജനറേഷൻ മാറിയാലും സമസ്തയുടെ പ്രസക്തി അതുപോലെ നിലനിൽക്കും എന്നത് തന്നെയാണ്. സയ്യിദുൽ ഉലമയുടെ വാക്ക് കേൾക്കാൻ പ്രായഭേദമന്യേ ജനങ്ങൾ കുനിയയിലേക്ക് എരച്ചെത്തുന്ന കാഴ്ചയാണ്. അതിന് ജൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ 40 കഴിഞ്ഞവരായിക്കോട്ടെ, പ്രായം അവിടെ വിഷയമല്ല, അവിടെ മറ്റ് വ്യത്യാസങ്ങളൊന്നും വിഷയമല്ല, യാതൊന്നും വിഷയമല്ല. ഒറ്റ ഹൈലൈറ്റ് അത് നമ്മുടെ സയ്യിദുൽ ഉലമയാണ്. ഈ ക്യാമ്പിനെ പറ്റി ഇതിൻ്റെ സംഘാടകർ ചോദിച്ചു 2 വാക്ക് പറയും. ക്യാമ്പ് അതിമനോഹരമാണ്. ഇവിടുത്തെ സൈറ്റിലെ ഒരു പുൽത്തൊടി മുതൽ ഇവിടുത്തെ ഓരോ സ്റ്റേജും ഓരോ മുറികളും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ ഹൈലൈറ്റ് തന്നെയാണെങ്കിലും ഈ പരിപാടിയുടെ, ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നാളെ സയ്യിദുൽ ഉലമ ശ്രീ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ വെച്ച് നടത്താൻ പോകുന്ന പ്രഖ്യാപനമാണ്.
തങ്ങളുടെ പ്രഖ്യാപനം കാതോർക്കാനാണ് ലോകം കാത്തിരിക്കുന്നത്. ലോകം കാത്തിരിക്കുന്നത് തങ്ങൾ ഉസ്താദിൻ്റെ സയ്യിദുൽ ഉലമയുടെ ആ ആവേശം നിറഞ്ഞ പ്രസ്താവന കാത്തിരിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ പരിപാടികളൊക്കെ ശ്രേഷ്ഠമാണെങ്കിലും ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജിഫ്രി തങ്ങൾ തന്നെയാണ്. തങ്ങളിലേക്കാണ് കേരളം ഇന്ന് കാതോർക്കുന്നത്. തങ്ങൾ പറയുന്നത് കേൾക്കാൻ കേരളീയ പൊതുസമൂഹം ഇന്ന് ചെവി ഓർക്കുകയാണ്. ഉമ്മത്തിനെ കുനിയയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അത് തങ്ങളുടെ ഏറ്റവും വലിയ നേതൃമികവാണ് എന്നാണ് പറയാനുള്ളത്. ശരിക്കും പറയുമ്പോൾ സമസ്ത എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമല്ല, പ്രവാചക കാലഘട്ടം മുഴുവതിലെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശത്തിൻ്റെ ഒഴുക്കാണ്. ആ ആദർശനത്തിൽ പ്രബോധന രംഗത്തെ ഏറ്റവും കൂടുതൽ മികവ് തെളിയിക്കുന്നത് ജീവിതാനുഭവങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ദിശാബോധം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ചേർത്തുപിടിക്കലിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പരസ്പര സഹായത്വത്തിൻ്റെ, പരസ്പര സഹവർത്തിത്വത്തിൻ്റെ മാധുര്യമുള്ള ചാപ്റ്ററുകളാണ് സമസ്ത നമുക്ക് മുമ്പിൽ വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും വരും അവസരങ്ങളിൽ സമസ്തയുടെ മറ്റു വേദികളിലും പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് താങ്ക് യു. കഴിഞ്ഞ കാലങ്ങളിൽ സമസ്തയുടെ 100-ാം വാർഷികവുമായി അനുബന്ധിച്ച് KSU കൊടുവള്ളിയിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഇവിടെ വെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്തയുടെ ഇനിയുള്ള കാലഘട്ടത്തിലും വ്യക്തിപരമായും സംഘടനാപരമായും സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കാൻ തന്നെയാണ് എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും തീരുമാനമെന്നുകൂടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.